നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എങ്കിൽ ഇനി നിങ്ങൾക്കും മീറ്റ് കഴിക്കാം. മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ പേരിലാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആയതെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് കഴിക്കാനുള്ള അവസരം ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു. അതും റിയൽ മീറ്റ്. ഒരു മൃഗത്തെ വളർത്തിക്കൊല്ലാതെ അവയുടെ ഒരു കോശം മാത്രം ഉപയോഗിച്ച് അതിനെ ഭാവിയിൽ വളർത്തിയാണ് ഈ മീറ്റ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആരോഗ്യവാനായ ഒരു മൃഗത്തിൽ നിന്ന് ചെറിയൊരു മസിൽ സ്റ്റെം സെൽസ് എടുത്ത് അതിനെ ഒരു കൺട്രോൾ ചെയ്ത ലാബ് അറ്റ്മോസ്ഫിയറിൽ വളർത്തുന്നു. ഈ കോശങ്ങൾ സ്പോണ്ടേനിയസ്ലി ഇമ്മോർട്ടലൈസ്ഡ് സെൽസ് ആണ്. അതായത് അവയ്ക്ക് പെട്ടെന്ന് വളരാനുള്ള ശേഷിയുണ്ട്. ഇങ്ങനെ എടുക്കുന്ന സെല്ലുകളെ ബയോറെക്ടർ എന്ന വലിയ സ്റ്റീൽ ടാങ്കുകളിലാണ് നിറയ്ക്കുന്നത്. എന്നിട്ട് ഇവയ്ക്ക് വളരാൻ വേണ്ട അമിനോ ആസിഡുകൾ, അതായത് പ്രോട്ടീൻ, ലിപ്പിഡ്സ്, മിനറൽസ്, വൈറ്റമിനുകൾ, ഷുഗർ എല്ലാം നൽകുന്നു. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നൽകുന്നതെല്ലാം പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഈ സെല്ലിന് നമ്മുടെ സാധാരണ മീറ്റ് പോലുള്ള ഫീൽ ഉണ്ടാക്കാൻ അവയെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിങ്ങിനകത്തേക്ക് നിക്ഷേപിക്കും. ആ സമയത്ത് ഇവയ്ക്ക് മീറ്റിന് തന്നെ ടെക്സ്ചർ ലഭിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ഈ മീറ്റ് സാധാരണ മീറ്റിനെ പോലെ തന്നെ ചൂടാക്കി ഭക്ഷണമാക്കി നമുക്ക് ഉപയോഗിക്കാം. ഏത് മൃഗത്തിൽ നിന്നാണോ സെല്ലെടുത്തത് ആ മൃഗത്തിന്റെ മീറ്റിന്റെ അതേ സ്മെല്ലും ടേസ്റ്റും അതുപോലെ തന്നെ ടെക്സ്ചറുമായിരിക്കും. ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്ന് പറയുന്നത് പശുവിനെയൊക്കെ വളർത്തുന്നത് കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മീഥേൻ എമിഷൻ 90% കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വളരുന്ന ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഭക്ഷ്യ സുരക്ഷ കൊടുക്കാൻ ഈ പ്രോഡക്റ്റ് മൂലം നമുക്ക് സാധിക്കും. വിവിധ രാജ്യങ്ങളിൽ മീറ്റ് ക്രൈസിസ് വരാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇനിയുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നമ്മള് വളരെ ക്രൂരമായി വളർത്തി ക്രൂരമായി കൊല ചെയ്യുന്ന മൃഗങ്ങൾക്ക് പകരം 1000 മൃഗങ്ങളെ വളർത്തുന്നത് ഒഴിവാക്കി ഹെൽത്തി ആയിട്ട് 1-2 മൃഗങ്ങളെ വളർത്തിയാൽ പോലും സെല്ലുകൾ ഉപയോഗിച്ച് അനന്തമായിട്ട് നമുക്ക് മീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ കാര്യത്തിന് ഇപ്പോഴും പലയിടത്തും എതിർപ്പുകൾ പൊങ്ങി വരുന്നു. എന്ത് കാര്യങ്ങളും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മനുഷ്യർ അതിനെ എതിർത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് ക്യാൻസർ മീറ്റ് അല്ലേ എന്നുള്ള ചോദ്യം. സ്റ്റെം സെൽസ് ക്യാൻസർ സെല്ലുകൾ പോലെയാണ് റെപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി കാണിക്കുന്നത്. പക്ഷേ ഇവയിൽ ഓൺകോജൻസ്, അതായത് ക്യാൻസർ കോസിംഗ് ജീൻസ് ആക്ടിവേറ്റ് ആകുന്നില്ല. ട്യൂമറോജെനിസിറ്റി ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഇതിന്റെ സെല്ലുലാർ സ്ട്രക്ചർ 100% മീറ്റിന്റേതാണ്. പാകം ചെയ്തതിന് ശേഷം രൂപം, രുചി, ന്യൂട്രീഷ്യസ് വാല്യൂ എല്ലാം ഒരേപോലെ തന്നെയാണ്. സാധാരണ മീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന എന്തും ഈ ഒരു ലാബ് ഗ്രോൺ മീറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ലാബ് ഗ്രോൺ മീറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കെമിക്കൽസ് കൂടുതലാവുമോ എന്നുള്ളതാണ്. ഇതിനകത്ത് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഇല്ല. എല്ലാം പോസിറ്റീവ് ഗ്രേഡ് പ്ലാന്റ് ബേസ്ഡ് ഘടകങ്ങളാണുള്ളത്. ആന്റിബയോട്ടിക്സ്, ഹോർമോൺസ് ഇതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇത് 2021 മുതൽ സിംഗപ്പൂരിൽ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയ മീറ്റ് ആണ്. USA ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇസ്രയേല്, അതുപോലെ തന്നെ നെതർലാൻഡ്, UK, ജപ്പാൻ ഇവിടെയൊക്കെ ഇതിന്റെ സെന്ററുകളുണ്ട്. മിഡിൽ ഈസ്റ്റില് ഇതിന് ആദ്യമായി അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് ഖത്തറാണ്. ഇന്ത്യയിലെ സ്ഥിതി പ്രകാരം ഇതുവരെ മാർക്കറ്റ് സ്കെയിൽ സെയിൽസ് നടന്നിട്ടില്ല. ഇതിന്റെ സ്റ്റാർട്ടപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭാവിയിൽ ഇന്ത്യയിലും ഉറപ്പായും ലാബ് ഗ്രോൺ മീറ്റ് വരും.